CCTV ദൃശ്യങ്ങൾ ബന്ധിതമായ CCTV ദൃശ്യങ്ങൾ നോക്കിയാണ് പോകുന്നത്. ഈ സമയത്താണ് അവിടെ നമ്മൾ ഈ പറഞ്ഞ തളാപ്പേരിയിൽ തന്നെ ഒരു കിണറിന് സമാനമായ രീതിയിൽ വെള്ളം കുഴിച്ചിട്ട തൊടികൾ വെച്ച് വെള്ളം കുഴിച്ചിട്ട ഒരു സ്ഥലം കണ്ടെത്തുന്നത്. അവിടെ നോക്കുമ്പോൾ അവിടെ ഗോവിന്ദച്ചാമി ബോധ്യമാകുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഗോവിന്ദച്ചാമി പിടിയിൽ, പോലീസ് പിടിയിൽ, കേരള പോലീസ് പിടിച്ചിരിക്കുന്നു ഗോവിന്ദച്ചാമിയെ. കൈരളി ന്യൂസിൽ തത്സമയ ദൃശ്യങ്ങൾ. പോലീസ് പിടികൂടിയിരിക്കുന്നു ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു. അജിംഷാദ്, തീർച്ചയായും ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു. എവിടെ നിന്നാണ്? നമ്മൾ നിൽക്കുന്ന തളാപ്പിന്റെ ഏരിയയിൽ നമ്മൾ നേരത്തെ സംശയിച്ച CCTV ദൃശ്യങ്ങളിൽ കണ്ട നമ്മൾ സംശയിച്ച ആ പ്രദേശത്ത് തന്നെ 2 തൊടികളുള്ള ഒരു വെള്ളത്തിൽ, കിണറിന് സമാനമായ ഒരു വെള്ളക്കുഴിയിലാണ് ഒരു പക്ഷേ ഗോവിന്ദച്ചാമിയെ കണ്ടെത്തിയത്. അതിനുശേഷം ഗോവിന്ദച്ചാമി ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ എവിടെയാണ് ഗോവിന്ദച്ചാമി കൊണ്ടുവന്നിരിക്കുന്നത്? പറയൂ, ആ വാക്ക് കൊടുക്കൂ, ആ പോലീസ് ഓഫീസർക്ക് ബൈക്ക് കൊടുക്കൂ. പോലീസ് അതിസാഹസികമായാണ് ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ചുണ്ടെല്ലാം മുറിഞ്ഞതായിട്ട് കാണാം. അവർ ആ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എങ്കിൽ കൂടിയും കേരള പോലീസ് വീണ്ടും മണിക്കൂറുകൾക്കകം ഒരു ജയിൽ ചാടിയ കൊടും കുറ്റവാളിയെ പിടികൂടിയിരിക്കുന്നു. തളാപ്പിൽ നിന്നും മൽപ്പിടുത്തത്തിലൂടെയാണ് പിടികൂടിയിരിക്കുന്നത് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. തത്സമയം അതിൻ്റെ ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് കൊടുത്തത്. ഈ പ്രതിയെ പോലീസ് പിടികൂടി ഇവിടെ എത്തിച്ചിരിക്കുന്നു. കമ്മീഷണർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഗോവിന്ദച്ചാമിയെ പൂട്ടിയത്? നമ്മൾ തത്സമയ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഗോവിന്ദച്ചാമിയെ എവിടെയാണ്, ഏത് മുറിയിലാണ് പൂട്ടിയത്? ഏത് സ്ഥലമാണത്? ഏത് കെട്ടിടമാണത്? ഇപ്പോൾ കമ്മീഷണർ എത്തിയിരിക്കുന്നു. പ്രതി പോലീസിന്റെ കസ്റ്റഡിയിൽ. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കാം. അതിൻ്റെ പരിസര പ്രദേശത്ത് തന്നെ ആണ് നമുക്ക് പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യലിനോട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. അതായത് പോലീസിന്റെ മുഴുവൻ ആൾക്കാരുടെയും, അത് പോലീസിന്റെ ഉൾപ്പെടെ മീഡിയക്കാരുടെ, നാട്ടുകാരുടെ മുഴുവൻ പേരുടെയും ഒരു സഹകരണ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സമയബന്ധിതമായിട്ട് നമുക്ക് പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ളത്. കൂടുതൽ വിഷയങ്ങൾ നമുക്ക് പ്രതികരിക്കാം.